അപകടത്തിൽപ്പെടുമ്പോൾ സാധാരണ രോഗികൾക്ക് സംഭവിക്കുന്നത് എല്ലുകൾക്ക് ഒടിവ് സംഭവിക്കും, വയറ്റിലും നെഞ്ചിലുമുള്ള അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവാം, നട്ടെല്ലിന് ക്ഷതം പറ്റാം. ഈ രോഗികളെ ഹോസ്പിറ്റലിലേക്ക് അശ്രദ്ധമായിട്ട് ആംബുലൻസിനോ വണ്ടികളിലോ കയറ്റിക്കൊണ്ട് വന്നാൽ ആക്സിഡൻറ്റ് സമയത്തുണ്ടായ ഒടിവുകളും മുറിവുകളും അധികരിച്ച് കൂടുതൽ ഡാമേജ് ഉണ്ടാകുവാനും, നട്ടെല്ലിന് ഒടിഞ്ഞ രോഗികളാണെങ്കിൽ ചിലപ്പോൾ കാലുകൾ രണ്ടും തളർന്നു പോകുവാനും ഇടയാവും. ഒട്ടും ഡാമേജ് സ്പൈനൽ കോഡിന് ഉണ്ടാവാതെ വേണം രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് സ്പൈൻ ബോർഡ് എന്ന് പറയുന്ന ഒരു പലക പോലുള്ള സംഗതിയാണ്. നമുക്ക് റോഡ് സൈഡിൽ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് അത് കിട്ടത്തില്ലെങ്കിൽ ഒരു പലകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രതലം, ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിൽ രോഗി അനക്കാതെ തമ്മിൽ ട്വിസ്റ്റ് ചെയ്യാതെ ഒരു തടിയെടുത്ത് ഉയർത്തുന്ന പോലെ ഒന്നായിട്ട്, നമ്മൾ ലോഗ് റോളിംഗ് എന്ന് പറയും, തടിയെടുത്ത് പൊക്കുന്ന പോലെ ഒന്നായിട്ട് പൊക്കി ഈ പലകയിൽ കിടത്തി പുതപ്പ് കൊണ്ടോ ബെഡ്ഷീറ്റ് കൊണ്ടോ രോഗിയെ പലകയുമായിട്ട് ബന്ധിച്ച് ഒട്ടും സ്പൈനൽ കോഡിന് ഇഞ്ചുറി ഉണ്ടാവാത്ത രീതിയിൽ വേണം രോഗിയെ കൊണ്ടുപോകാൻ. പല ആംബുലൻസുകളിലും ഈ രോഗിയെ കടത്താൻ പറ്റിയ സ്പൈൻ ബോർഡ് ഉണ്ട്. അതുണ്ടെങ്കിൽ സൗകര്യമായിട്ട് ആ ബോർഡിലേക്ക് രോഗിയെ കടത്തി ആംബുലൻസിൽ കൊണ്ടുപോകാം. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ആംബുലൻസ് വരുമ്പോഴും സ്പീഡ് വരേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നല്ല വഴിയില്ലെങ്കിൽ കുഴിയിലൊക്കെ ചാടുമ്പോൾ ആ ചാട്ടത്തിൻ്റെ ഫലമായിട്ട് തന്നെ ഈ ഒടിഞ്ഞു കിടക്കുന്ന നട്ടല്ലേ വീണ്ടും അനങ്ങിയിട്ട് സ്പൈനൽ കോഡ് ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം, വളരെ കെയർഫുള്ളായിട്ട് വേണം നട്ടെല്ലിനും ഒടിവുണ്ടായ രോഗികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ. അതോടൊപ്പം വലിയ എല്ലുകൾ, ലോങ് ബോൺസ് എന്ന് പറയും, നമ്മൾ തുടയിലെ കാലിലെ ഇവ ഒടിഞ്ഞു കഴിഞ്ഞാലും ശരിയായ രീതിയിൽ നമ്മൾ സപ്പോർട്ടില്ലാതെ രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒടിഞ്ഞ എല്ലുകൾ രോഗിയുടെ രക്തക്കുഴലിലും ഞരമ്പിലും മസിലിലും എല്ലാം ഇടിച്ചു കയറി വീണ്ടും ഡാമേജ് ഉണ്ടാവുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും അഥവാ കൂടുതൽ രക്തം വാർന്ന് രോഗി മരിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പല രോഗികളെയും ആക്സിഡൻറ്റ് സമയത്ത് ഉണ്ടാകാത്ത ഡാമേജ് ഈ ഇംപ്രോപ്പർ അൺസയൻറ്റിഫിക് ട്രാൻസ്പോർട്ടേഷൻ വഴി കൂടുതൽ ഡാമേജ് ഉണ്ടായതായി കാണാറുണ്ട്.